ഈ സലിഞ്ചേട്ടൻ ഇതിൻ്റെ സിനിമയിലുണ്ട്, അതിനിടെ മിമിക്രി ട്രൂപ്പ് തുടങ്ങിയതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ മിമിക്രി ട്രൂപ്പ് സലിഞ്ചേട്ടൻ അവസാനം പിരിച്ചുവിട്ടു. ഞങ്ങളുടെയൊക്കെ നല്ല സ്വഭാവം കൊണ്ടും കൊണ്ട് നടക്കാനുള്ള എളുപ്പം കൊണ്ടും അത് പിരിച്ചുവിട്ടിട്ട് സലിഞ്ചേട്ടൻ നാടക ട്രൂപ്പ് തുടങ്ങി. നാടകം തുടങ്ങി. സിനിമ സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് സലിഞ്ചേട്ടൻ നാടക ട്രൂപ്പ് ഉണ്ട്. ആദ്യത്തെ നാടകം എന്ന് വെച്ചാൽ ഒരു ചരിത്ര നാടകമായിരുന്നു. സ്കൂളിൽ പറവൂർ ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകം ചരിത്ര നാടകം അല്ല, ചരിത്ര നാടകമല്ല, സാധാരണ സാമൂഹിക നാടകമാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ചരിത്രം ഞാൻ എങ്ങനെയെങ്കിലും ഒരാളാവുക, കാരണം പാട്ടങ്ങനെ പോരാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ആളായിട്ട് അപ്പോൾ അഭിനയത്തിലൂടെ ആരുടെ മനസ്സിലുണ്ടല്ലോ ഒരു അല്പം കാലയൊക്കെ പ്രദേശത്തോട് പോയിട്ടുണ്ടെങ്കിലും 4 പേരുടെ മുമ്പിൽ പ്രകടിപ്പിക്കണമെന്ന് അറിയപ്പെടുന്ന ആഗ്രഹം. അപ്പോൾ അതിലൊട്ടും വിഭിന്നല്ലായിരുന്നു ഞാൻ. അപ്പം ഞാനൊരു നാടകമൊക്കെ തല്ലിക്കൂട്ടി. ഞാൻ എഴുതിയല്ല, വേറെ ഒരു ഗ്രാമകലത്തിലുള്ള ആൾ എഴുതിയ നാടകമായിട്ട് സ്കൂളിൽ ചെന്നിട്ട് പിള്ളേരൊക്കെ സംഘടിപ്പിച്ചു. ഷെൽട്ടർ എന്നാണ് നാടകത്തിൻ്റെ പേര്. ഷെൽട്ടർ. അന്ന് വൃദ്ധനും യുവാവും കളിക്കുന്ന സമയം. ഒരാൾ വൃദ്ധനായിക്കൊള്ളൂ, ഒരു യുവാവായിരിക്കുള്ളൂ. ഈ വൃദ്ധനായിരിക്കുള്ളൂ ബെസ്റ്റ് ആക്ടർ എന്തായാലും. എൻ്റെ ഉന്നം മുഴുവൻ വൃദ്ധനാണ്, ബെസ്റ്റ് ആക്ടർ അടിച്ചു മാറ്റാം. അത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. പിള്ളേരെ സംഘടിപ്പിച്ചു. ഇതിൻ്റെ ഡയറക്ടർ വേണമെന്നൊന്നും നമുക്കറിയില്ല. ഞാൻ തന്നെ നിന്നിട്ട് അതങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അറിയാൻ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇത് അറിയില്ല. പിള്ളേർക്ക് മനസ്സിലായി ഇത് ഒറ്റ നടക്കും പോണ പ്രശ്നമൊന്നും. ഓരോരുത്തരും ഓരോ ദിവസം ഈ നാടകത്തിൽ അഭിനയിക്കാൻ വരാണ്ടായി ഇല്ലാണ്ടായി അവസാനം ഈ ഷെൽട്ടർ എന്ന നാടകവും ഷെൽട്ടർ ഇല്ലാത്ത ഞാനും മാത്രം ആയി. എനിക്ക് തോന്നി ഇത് പിള്ളേർ നമ്മളെ പറ്റിക്കണ എന്നിട്ടാണ് നമ്മുടെ ഫ്രണ്ട്സ്. ഞാൻ ഉപേക്ഷിച്ചു. അപ്പോൾ അന്ന് ബോയ്സ് സ്കൂളിൽ 10-15 നാടകങ്ങളൊക്കെ വരും മത്സരത്തിന്. ഒരു മധു എന്ന് പറഞ്ഞൊരു തട്ടാമ്പിടിക്കാരൻ ഒരാളുണ്ട്, കരുമാലൂർ ആലുവൊക്കെ പോണ വഴി. അപ്പോൾ അവൻ പേര് കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു. നാടകത്തിന് പേര് കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു. അവനൊന്ന് പറഞ്ഞു, ഇനി എടുക്കില്ല, ഇവിടെ നാടകം എടുക്കില്ല. കാരണം ഇന്നൊക്കെ ഒരു നാടകം തന്നെ കഷ്ടി കളിക്കില്ല സ്കൂളിൽ. അന്ന് 10-15 നാടകം കളിക്കുന്ന ആളുകളുണ്ട്. ഇനി എടുക്കില്ല. അപ്പോൾ അവൻ സാറ് പറഞ്ഞു കൊടുത്ത് ആരെങ്കിലും പേര് കൊടുത്ത ആൾക്കാർ ഇല്ലെങ്കിൽ അവരുടെ പേരിൽ ഒരു അന്വേഷിച്ച് വന്നപ്പോൾ എന്നെ കിട്ടി. ഒരു വെള്ളിയാഴ്ച ഒരു ഉച്ചയപ്പോൾ എന്നോട് ഒന്ന് പറഞ്ഞ് നിൻ്റെ പേരിൽ ഞങ്ങൾ കളിച്ചോട്ടെന്ന് വെച്ചു നാടകം. ഞാൻ പിന്നെ കളിക്കണേ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഒരു റോള് വേണം എന്ന് പറഞ്ഞു. പിന്നെ നായകൻ എന്നുള്ളതൊക്കെ ഞാൻ വിട്ട് എന്തായാലും മതി. ബെസ്റ്റ് ആക്ടർ മോഹം വിട്ട്. അപ്പോൾ പറഞ്ഞ് അത് അവരുടെ നാട്ടിൽ കളിച്ചിരുന്ന നാടകമാണ്. അവരുടെ നാട്ടുകാർ തന്നെ സംഘടിപ്പിച്ചിട്ട് ഈ ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ തന്നെ അവരുടെ നാട്ടിലുണ്ടാവുമല്ലോ, അവർ തന്നെ കളിച്ച നാടകമാണ്. അങ്ങനെ ഇതിനകത്ത് വേഷമൊന്നുമില്ല. വേഷമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് മധു പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞൊരു വേഷം ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്. സംഭവത്രേ ഉള്ളൂ, ഒരു വിപ്ലവമായിരുന്ന കോടതി ശിക്ഷിക്കാണ് ഇയാളെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. അതൊരു നാടകം തീരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മധു എഴുതിയിട്ടല്ലോ PC 438 ജഡ്ജി വിളിച്ചിട്ട് ഈ പ്രതിനെയും കൊണ്ട് ഞാൻ സല്യൂട്ട് അടിക്കണം, പ്രതിനെയും വിളിച്ചിട്ട് പോകണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അതായത് എൻ്റെ മുഖം ഒന്നും കാണിക്കാനില്ല. അപ്പോൾ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആളാണ് മേക്കപ്പ് ചെയ്യണം. എല്ലാവരും മൊത്തത്തിൽ ഗവൺമെൻറ് സ്കൂളാണത്, മൊത്തത്തിൽ ഒറ്റ മേക്കപ്പ് മാനുള്ളൂ. അപ്പോൾ അയ്യപ്പൻ ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്നത് ആരാണ് ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൈവെക്ക് ഞാൻ വരൂ. അയ്യപ്പൻ ആരാണ് ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് വെച്ചാൽ ദക്ഷിണ വാങ്ങിക്കാൻ വേണ്ടിയാണ്. അത് എനിക്കറിയില്ലായിരുന്നു, അത് ഞാൻ പഠിച്ചിട്ടുണ്ടായിട്ടാണ് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ എന്തേ ദക്ഷിണ പിന്നെ കൊണ്ടുവന്നിട്ടില്ലെന്ന് ആദ്യം മേക്കപ്പ് ചെയ്ത ആളോട് കടം തന്നെ അയ്യപ്പന് തൃക്കണിക്ക് വെച്ച പൂച്ച കൊണ്ടുപോയ ഇതായി. പിന്നീട് പിൽക്കാലത്ത് എൻ്റെ സുഹൃത്തൊക്കെ ആയിട്ട് മാറി പുള്ളി. അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇതൊക്കെ ഇട്ട് പോലീസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും സല്യൂട്ട് അടിച്ച് കാണിക്കലാണ് മനോരക. എങ്ങനെയുണ്ട്? ഉഗ്രരായിട്ടുണ്ട്. അന്ന് ഈ ശുദ്ധന്മാരാണല്ലോ, അല്ലാണ്ട് പിള്ളേർ ഒന്നുമില്ലല്ലോ. നാടകം തുടങ്ങി. അപ്പം ഞാൻ കർട്ടൻ്റെ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ അച്ഛനൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്ത് വന്നു, തുടങ്ങി നാടകം തുടങ്ങി. വിപ്ലവകാരനത്ത് വിധിച്ചു. ഇവൻ ഈ മധു മറന്നുപോയി ശരിക്കും. ഇവൻ സ്റ്റേജിൻ്റെ
ബാക്ക് സ്റ്റേജിൽ വന്നപ്പോഴാണ് എന്നെ കാണുന്നത്. വടിയും പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്യാനായിട്ട് മറ്റേ ആളാ. എടാ ചതിക്കപ്പെട്ടു. നാടകം തീർന്ന് കർട്ടൻ വിട്ടു. നാടകം തീർന്ന് കർട്ടൻ ഇട്ട് കഴിഞ്ഞപ്പോഴും ഞാനും ബാക്കിലേക്ക് കയറാനായിട്ട് ഒരു സാധനം പിടിച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഞാൻ പകരം ചോദിക്കും, ഇതിന് നിൽക്കാൻ നല്ലൊരു വേഷം അടുത്ത വർഷത്തെ മധു പറഞ്ഞു. മധു പറഞ്ഞു സങ്കടമായി സങ്കടമിപ്പിക്കുക. മനഃപൂർവ്വമല്ല ഒരു, കാരണം അവർ പിള്ളേരല്ലേ, പഠിച്ചു വെച്ച സാധനം അതായിരുന്നു. അല്ലാണ്ട് എന്നെ കയറ്റാണ്ടിരിക്കണമെന്നൊന്നുമില്ല. അതായിരുന്നു ആദ്യത്തെ അനുഭവം. Viva Cinema Chirima.